അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ നമ്മൾ സംസാരിച്ചതിന്റെ ഇടയിൽ പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ എന്റെ വിവാഹം, പ്രേമം അതിനെക്കുറിച്ചൊന്നും ചോദിക്കേണ്ടത് എല്ലാവർക്കും അറിയുന്നത്. പക്ഷെ ഈ സുരേഷ് ഗോപി എന്ന നടൻ നിങ്ങളുടെ ഈ ഇതിന്റെ ഇടയിൽ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു റോൾ ഉണ്ടെന്നും സുരേഷ് ഗോപി കുറച്ചു പേർക്ക് അറിയാം. സുരേഷ് ഗോപി എന്ന നടന് റോളില്ല, സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക്. സുരേഷ് ഏട്ടൻ എന്ന വ്യക്തി, സുരേഷ് ഏട്ടൻ്റെ ഫാമിലി, അവർക്കാണ് ഞങ്ങളുടെ ലൈഫിൽ. കാരണം സിനിമയിലോട്ട് വന്ന ആ സമയത്ത് തന്നെയാണല്ലോ അവാർഡ് കിട്ടിയത്. അന്ന് സുരേഷ് ഏട്ടനും മെനോനങ്കൾക്കും അവർക്ക് ഒരുമിച്ചായിരുന്നല്ലോ. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു പകുതി ഷൂട്ടും. അങ്ങനെ സുരേഷ് ഏട്ടൻ്റെ ഫാമിലിയുമായിട്ട് ഗോകുല്, ഭാഗ്യ, ഭാവനി, മാധവ്, ഇവനെ ഗോകുലൊക്കെ ഇത്ര കുഞ്ഞായിരുന്നു, വളരെ കുഞ്ഞായിരുന്നു. പിന്നീട് ആ പരിചയം ഒരു വല്ലാത്ത പരിചയം കൂടി അതൊരു ഫാമിലി. അങ്ങനത്തെ എന്താ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. എന്നും എനിക്ക് അവിടെ ആ വീട്ടിലൊരു സ്ഥാനമുണ്ട്, ആ വീട്ടിൽ എനിക്ക് വേണ്ടി ഒരു മുറി ഉണ്ടെന്ന് എനിക്കറിയാം. ആ ഒരു ഫീൽ, ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ട്. അതാണ് സുരേഷ് ഏട്ടനായിട്ടുള്ളത്. പിന്നെ ചന്തുവിനെ അറിയാം, സുരേഷ് ഏട്ടന് ഇപ്പൊ എന്റെ ലൈഫിൽ വരാൻ വന്ന സാഹചര്യമാണോ ഈ ഒരു കല്യാണവുമായിട്ട്. അത് ഓബ്വിയസ്ലി എന്റെ കല്യാണം എങ്ങനെ നടന്നെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതറിയാം. അങ്ങനെ സുരേഷ് ഏട്ടന് കോള് വരുന്നു, എന്നെ കാണുന്നില്ല, ഞാൻ മിസ്സിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞപ്പം സുരേഷ് ഏട്ടൻ വേഗം ഫോൺ എടുത്ത് ചെന്നൈയിൽ വിളിക്കുന്നു, ആ സ്റ്റേഷനിൽ വിളിക്കുന്നു, ഈ സ്റ്റേഷനിൽ വിളിക്കുന്നു. അങ്ങനെയൊക്കെ സുരേഷ് ഏട്ടൻ ടെൻഷൻ അടിച്ചു, എന്താ സംഭവം എന്ന് അറിയാഞ്ഞിട്ട്. പിന്നീടാണല്ലോ ഞാൻ എന്റെ ഇഷ്ടത്തിന് പോയത്. സുരേഷ് ഏട്ടന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കമ്മീഷണറെ ഉണർത്തി എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. അത് എല്ലാ കൊല്ലവും എൻ്റെ കല്യാണ ദിവസവും സുരേഷ് ഏട്ടൻ മറക്കാതെ എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നുമുണ്ട്. ഈ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ കുറച്ച് സമയങ്ങളിൽ ഞാൻ ടെൻഷൻ എടുത്തിട്ടുള്ളൂ. ആ ടെൻഷൻ എടുത്തതിൽ ഒരു ദിവസമാണ് ന്യൂ ഇയർ. അപ്പം ചേച്ചിയും പറയും, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും കാലം ഇത്രയും കരഞ്ഞ ഒരു ദിവസമില്ല. എന്താണ് സംഭവിക്കുന്നത് സമയം കൂടിയായിരുന്നു അതല്ലേ. അദ്ദേഹത്തിന്റെ സിനിമകളെക്കാളും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണൽ വ്യക്തിയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടം. അത് ആർട്ടിസ്റ്റുകളായിക്കോട്ടെ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന ഒരു സുരേഷ് ഏട്ടനും നിങ്ങൾ കാണുന്ന സുരേഷ് ഏട്ടനും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന ഒരാള് സ്നേഹം, വാത്സല്യം. നമ്മള് ഇപ്പം കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ഞാൻ ഇടുകയാണെങ്കിൽ സുരേഷ് ഏട്ടൻ്റെ കുറെ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയതിന്റെ വീഡിയോസൊക്കെ ആൾക്കാർ എടുക്കുമല്ലോ, ആളുകളെ കെട്ടിപ്പിടിച്ചും ആ സ്നേഹം, അതാണ് സുരേഷ് ഏട്ടൻ. അതെ, അതൊരു പല ആൾക്കാരും അതൊരു ഫേക്ക് ആണ് അങ്ങനെയൊക്കെ പറയുന്നു. മറയില്ലാത്തൊരു സുരേഷ് ഏട്ടൻ, അതാണ് പച്ചയായ സുരേഷ് ഗോപി. സുരേഷ് ഏട്ടൻ അല്ലാതാകുന്ന ചില സന്ദർഭങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ക്യാമറയുടെ മുൻപിൽ വേറൊരു ക്യാരക്ടർ അഭിനയിക്കും. ആ കട്ട് പറഞ്ഞാൽ സുരേഷ് ഏട്ടൻ ഈസ് ബാക്ക് ടു സുരേഷ് ഏട്ടൻ. ആ സൈസും ആ പൊക്കവും അതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആള് വളരെ കുഞ്ഞതാണ്. ചില ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇണങ്ങും പിണങ്ങും. ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രാവശ്യം പിണങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് സുരേഷ് ഏട്ടൻ പിണങ്ങിയാൽ ആ പിണക്കം ഇണക്കത്തിലേക്ക് അവൻ എന്ത് ചെയ്ത ഒരു ട്രിക്ക് എന്തായിരിക്കും? സുരേഷ് ഏട്ടൻ എൻ്റെ അടുത്ത് പിണങ്ങുന്നതിനേക്കാളും ഞാൻ സുരേഷ് ഏട്ടൻ്റെ അടുത്താണ് കൂടുതൽ. അതിന്റെ ട്രിക്ക് എന്റെ ഹസ്ബൻഡാണ്. പുള്ളി പിന്നെ രണ്ടുപേരെയും വിളിച്ച് അതങ്ങ് ഐസ് ബ്രേക്ക് ചെയ്യും. ഞാൻ കുറച്ച് ഈഗോ ഒക്കെ കുറെ നേരം വെച്ചോണ്ടിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് വിടും. പിന്നെ സുരേഷ് ഏട്ടൻ എന്നെ വിളിച്ചു കഴിഞ്ഞ് ചോദിക്കും, ഇത്ര ദിവസമായി വിളിച്ചിട്ട്, കുറെ നാളായല്ലോ സംസാരിച്ചിട്ട്, നിനക്ക് വിളിക്കാൻ പറ്റത്തില്ലേ? അപ്പൊ സുരേഷ് ഏട്ടനായിരിക്കും മിക്കവാറും വിളിക്കുക, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ചന്തു ആയിരിക്കും ഇടയ്ക്ക് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ചന്തുവിന്റെ പേര് ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്തെങ്കിലും അദ്ദേഹം എന്ത് വർക്ക് ചെയ്യണു, എവിടെയാണ്? ഓഫ് ഷോറിലാണ്. നിങ്ങൾ പ്രണയിക്കുമ്പോഴും അദ്ദേഹം ഈ ഒരു ഫീൽഡിൽ തന്നെയായിരുന്നു? മർച്ചന്റ് നേവിയിലായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തിനകം പിന്നെ ഓഫ് ഷോറിലോട്ട് മാറി.